Hello guys, welcome to my YouTube channel. കഴിഞ്ഞ വീഡിയോ MRI സ്കാൻ്റെ വീഡിയോയുടെ താഴെ കമൻസിൽ എന്നെപ്പോലെ ഒത്തിരി പേരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ടൊരു സമാധാനം തോന്നി കേട്ടോ. ഞാൻ മാത്രമൊന്നുമല്ലല്ലോ ഇങ്ങനെയെന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഒരു ആശ്വാസം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് MRIയുടെ റിസൾട്ട് വന്നിരിക്കുവാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമ്പം കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, ഇത്തരം സിമിലർ സിംറ്റംസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ GG ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, മൈ ഏഞ്ചൽ, മൈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനിത പിള്ളൈ, ഡോക്ടറെ കാണാൻ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ MRIയുടെ റിസൾട്ട് എന്താണെന്നും എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ. പെണ്ണുങ്ങളോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള, കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിലും ഇപ്പം കുട്ടികളുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടും, കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ OPയിൽ വന്നു കഴിഞ്ഞു. ഡോക്ടർ എന്നെന്നും ഒരു പടി കൂടുതൽ ഇഷ്ടം അമ്മയോടാണെന്നുള്ളത് ഈയിടെയായിട്ട് വളരെ ഒബ്വിയസായിട്ട് കാണുന്നുണ്ട്. സാരമില്ല, എനിക്ക് കുശുമ്പൊന്നുമില്ല. എന്നെക്കാട്ടിലും എൻ്റെ അമ്മയെ ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എൻ്റെ റിസൾട്ട് വന്നു ഗൈസ്. ഇവിടെ ഇരിക്കുവാണ് എൻ്റെ റിസൾട്ട്. ഇപ്പോഴാണ് ഞാൻ ചിരിക്കുന്നത്. ഇതുവരെ ഞാൻ ടെൻഷൻ അടിച്ചാണ് വന്നത്. ഞാൻ ചോദിച്ചു നോക്കാം ഡോക്ടറടുത്ത്. പറയൂ ഡോക്ടർ, ആ വിധി. ആക്ച്വലി സ്കാനിങ്ങിൽ പറഞ്ഞതുപോലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, ബാക്ക് ഏക്ക് ആയിരുന്നല്ലോ മെയിൻ പ്രോബ്ലം. അപ്പം എന്തുകൊണ്ടാണ് ബാക്ക് ഏക്ക് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ വി കുഡ് സി എ സിസ്റ്റ് ഇൻ ദ ലെഫ്റ്റ് ഓവറി. അപ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ MRI ചെയ്തത്, ബാക്ക് ഏക്കും കൂടെ ഉള്ളതുകൊണ്ട്. സോ നമുക്ക് പ്രഗ്നൻസിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്. അതന്ന് റൈറ്റ് ഓവറിയിലായിരുന്നു. അത് പ്രഗ്നൻസിയിൽ നമുക്ക് ബേബി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സിസ്റ്റം കൂടെ മാറ്റിയായിരുന്നു. അതിന് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എന്നാണ് പാത്തോളജി വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴാണ് ലെഫ്റ്റ് ഓവറിയിൽ ഒരു 8 സെൻറ്റിമീറ്റർ സിസ്റ്റ്. അപ്പം അത് കൺഫേം ചെയ്തു. MRIയിലും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. സിസ്റ്റ് ഷ്രിങ്ക് ചെയ്യാൻ, സിസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ മെഡിസിൻസ് എടുത്തിട്ട് നമുക്ക് 3 to 6 months സ്കാനിൻ്റെ ഫോളോ അപ്പ് സ്കാൻ വേണം. സ്കാനിങ്ങിന്റെ റിസൾട്ട് അനുസരിച്ച് ഈ മെഡിസിൻസ് തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ല നമ്മൾ അൾട്രാസൗണ്ട്. MRI എപ്പോഴും ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ അൾട്രാസൗണ്ട്, ദാറ്റ് ഈസ് എ ഫോളോ അപ്പ് അൾട്രാസൗണ്ട് സ്കാൻ ടു നോ ദ റെസൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റ്. സിസ്റ്റിന്റെ വലിപ്പം കുറയുന്നുണ്ടോ എങ്ങനെയാണ് എന്നറിയാനായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അൾട്രാസൗണ്ട് സ്കാൻ, നോർമൽ അൾട്രാസൗണ്ട്. ഇത് എന്തായിരിക്കും ഡോക്ടർ തിരിച്ചു വരാൻ കാരണം? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, അന്ന് റൈറ്റ് സൈഡിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. റൈറ്റ് സൈഡിലെ സിസ്റ്റ് എടുത്തു. ഇപ്പം നമുക്ക് ലെഫ്റ്റ് ഓവറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു സിസ്റ്റ് ആരുടെ ബോഡിയിൽ എപ്പോൾ വേണേ വരാം. നമുക്കിവിടെ OPയിൽ അൺമാരീഡ് കുട്ടികൾ ഒരുപാട് പേര് ഈ പറഞ്ഞ ചോക്ലേറ്റ് സിസ്റ്റ് അഥവാ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അതിൽ സിസ്റ്റ് റപ്ചറായിട്ട് വന്ന കേസസ് ഉണ്ട്. ഒരു ദിവസം ഒരിക്കൽ ഒരു സാറ്റർഡേ OPയിൽ 22-year-old ഗേൾ പെട്ടെന്ന് പെയിൻ അബ്ഡമനായിട്ടാണ് വന്നത്. അപ്പൊ കുട്ടിയെ കാണുമ്പോൾ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഹൈ ആണ്, കുട്ടികൾക്ക് BP ലോ ആണ്, കുട്ടി ആകെ സിക്കായിരിക്കുക. അപ്പൊ എമർജൻസി ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നപ്പോൾ വയറിൽ ഫുൾ ബ്ലഡ് പോലെയാണ് കാണുന്നത്. വി തോട്ട് ഇറ്റ്സ് ബ്ലഡ് ആണ്. എന്നിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പിക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ ഈ സിസ്റ്റ് റപ്ചർ ആയിരിക്കുകയാണ്. സിസ്റ്റ് റപ്ചറായി വയറിലെല്ലാം ഈ പറഞ്ഞ ഫ്ലൂയിഡ് ഇൻ ദ പെരിറ്റോണിയൽ ക്യാവിറ്റി. സർജറി ചെയ്തു, ഫ്ലൂയിഡൊക്കെ നമ്മൾ എടുത്ത് മാറ്റി, മെഷീൻ അപ്പാരറ്റസ് വെച്ച് മാറ്റി. സിസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ സിസ്റ്റ്. ആ സിസ്റ്റ് എല്ലാം മാറ്റി. പിന്നെ ഇത് റെക്കറൻസ് വരാൻ ചാൻസ് ഉള്ള സിസ്റ്റാണ്. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിന്റെ സൂക്ഷ്മ കലകൾ ചിലപ്പോൾ പിന്നെയും നമുക്ക് സിസ്റ്റ് വരുത്തും. അപ്പോൾ ആ സിസ്റ്റ് വരാതിരിക്കാനുള്ള മെഡിക്കൽ മാനേജ്മെന്റിൽ ഇപ്പോൾ കുട്ടി പോകുന്നത്. നൗ ഷീ ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. എനിക്ക് ലാസ്റ്റ് വീക്ക് പാലക്കാട് നിന്നൊരു പേഷ്യൻ്റ്, എൻ്റെ നമ്മളെ പേഷ്യൻ്റ് തന്നെയാണ്, പക്ഷെ അവിടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് പെയിൻ അബ്ഡമൻ വന്നു, ഇതുപോലെ ഫ്ലൂയിഡ് കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് കാർലിംഗ് എത്തി. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പം അവർ കഴിഞ്ഞ സാറ്റർഡേ മോർണിംഗ് ആണ് വരുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്ലൂയിഡ് ആണ്, പെയിൻ ഉണ്ട് പേഷ്യൻറ്റിന്, പൾസ് റേറ്റ് കൂടുതലാണ്, BP കുറവാണ്. പെട്ടെന്ന് തിയേറ്ററിൽ കയറ്റി. ഇതുപോലെ ഫ്ലൂയിഡ് കാരണം ഫ്ലൂയിഡ് വയറിനകത്ത് ഒരുപാടായി, സിസ്റ്റ് റപ്ചർ ചെയ്തിട്ട്, സിസ്റ്റിൽ നിന്ന് ഇങ്ങനെ റപ്ചർ ചെയ്ത് ലീക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എമർജൻസി ആയിട്ട് ഡീൽ ചെയ്ത് നമ്മൾ രക്ഷിച്ചു. പിന്നെ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, സിസ്റ്റ് ടോർഷൻ അടിക്കും. ഇത് ഈ ഓവറിക്കകത്താണല്ലോ സിസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടിയിട്ട് അത്
കറങ്ങുന്നതിനാണ് ടോർഷൻ എന്ന് പറഞ്ഞത്. അപ്പം ശരിക്കും ഈ കൊച്ചു കുട്ടികളൊക്കെ ചിലപ്പോൾ നീല കളറിലുള്ള ഓവറീസ് പേർലി വൈറ്റ് സ്ട്രക്ചർ, ആൽമണ്ട് ഷേപ്പിൽ പേർലി വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ചെറിയ ഓർഗനാണ്. അപ്രോക്സിമേറ്റ്ലി 30 × 20 mm അല്ലെങ്കിൽ 3 × 2 cm ആണ് അതിന്റെ നോർമൽ സൈസ്. ഇത് വലുതായി ഒരു 8 cm 10 cm ഒക്കെ ആകുന്നു. അതിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ അതിന്റെ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യും. കണ്ടീഷൻ ഇസ് നോൺ ആസ് ടോർഷൻ. അപ്പോൾ ഓവറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും, വാസ്കുലാരിറ്റി കുറയുമ്പം നീല കളറിൽ ഇസ്കീമിയ എന്ന് പറയും. നമ്മളിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിൽ ഇസ്കീമിയ, ബ്രെയിനിൽ ഇസ്കീമിയ വരുന്നത് സ്ട്രോക്ക്. അതുപോലെ ഓവറിയിൽ ഇസ്കീമിയ വന്നിട്ട് ഓവറി ടേൺസ് ഇൻ ടു ബ്ലൂ കളർ. കണ്ടീഷൻ ഇസ് നോൺ ആസ് ടോർഷൻ. അപ്പൊ പിന്നെ ഓവറി പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ ഡീടോർഷൻ ചെയ്ത് കുറേ സമയം വെയിറ്റ് ചെയ്ത് നോക്കും. കളർ റീഗെയിൻ ചെയ്യുവാണെങ്കിൽ, വൈറ്റ് കളറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓവറി സാൽവേജബിൾ എന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ചില ഓവറി നമുക്ക് സാക്രിഫൈസ് ചെയ്യണം, നീല കളറിൽ അല്ലെ ബ്ലാക്ക് കളറിലായി പോകും, ഗാംഗ്രീൻ എന്ന് പറയും. സോ ഈവൻ കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ ഓവറി എടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റെ റിപ്പോർട്ടിൽ അവർ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവരുടെ ബേബിയുടെ വയറിൽ, അതായത് ഇൻ യൂട്രോ സ്കാനിങ്ങിൽ തന്നെ ബേബിക്ക് വലിയ സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 21st ഡേയിൽ ബേബിക്ക് പെയിൻ. ബേബി ജനിച്ച് 21ാമത്തെ ദിവസം സർജറി, അത് ഓപ്പൺ സർജറി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ ലെഫ്റ്റ് ഓവറി ഫുൾ എടുത്തിരിക്കുക. കാരണം അതിനകത്ത് ആ നോട്ട്സിൽ എഴുതിയിരിക്കുന്നു ലെഫ്റ്റ് ഓവറി ഫുൾ ഗാംഗ്രീൻ അടിച്ച്. ഇമാജിൻ എ ന്യൂ ബോൺ 21-day old baby undergoing a surgery for. So this type of cyst can come to any woman at any age. നമുക്ക് എൽഡർലീസിലും കാണാറുണ്ട്, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലും കാണാറുണ്ട്, യങ്ങിലും കാണാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ന്യൂ ബോൺസിലൊക്കെ ഒട്ടുമിക്കാൽ കേസസും ചൊട്ടിപ്പോകും. ഇതൊക്കെ അപൂർവമാണ്. ഞാനിപ്പോ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം റെയർ സിറ്റുവേഷൻസ് ആണ്. പക്ഷെ ഒരു റെയർ ആയിട്ടുള്ള കാര്യവും ഒരാളുടെ ലൈഫിൽ നടക്കുമ്പോൾ അയാൾക്ക് അത് 100% കോമൺ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ബിക്കോസ് ആ പേഷ്യന്റെ ഫാമിലി അത് സഫർ ചെയ്യുവാണ്. So though the condition is rare, when one suffers a rare condition, നമുക്കത് റെയർ ആണെന്ന് ആശ്വസിക്കാൻ പറ്റില്ലല്ലോ. സോ എല്ലാത്തിലും പ്രോംപ്റ്റ്നെസ് ഇൻ ദ ട്രീറ്റ്മെന്റ്, നമ്മളത് കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കണം. എല്ലാ പേഷ്യൻസിലും നമ്മൾ ആദ്യം സർജറി അല്ല, മെഡിക്കൽ മാനേജ്മെന്റ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ചിലരുടെ കേസിൽ നമ്മൾ സർജറി പറയും. അത് എന്തൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട്, റപ്ചർ ഓഫ് ദ സിസ്റ്റ്, ടോർഷൻ ഓഫ് ദ സിസ്റ്റ്, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഓവറി റപ്ചർ ആയി കഴിഞ്ഞാൽ ഓവറിയുടെ ആ സർഫസ് ഒക്കെ ബ്രീച്ച് ആയി കഴിയുമ്പം പഴയ രീതിയിൽ ഓവറി ആക്കിയെടുക്കാൻ പാടായിരിക്കും. അതുപോലെ ടോർഷൻ വന്നു കഴിഞ്ഞാലും കളർ റീഗെയിൻ ചെയ്താൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കളർ റീഗെയിൻ ആയില്ലെങ്കിൽ ഓവറി ചിലപ്പോൾ ബുദ്ധിമുട്ട് വരില്ലേ. അപ്പം അതുകൊണ്ട് ഓവറി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഫോർ എനി ഫീമെയിൽ. അപ്പോൾ ഓവറിക്കകത്ത് വരുന്ന എല്ലാത്തിനെയും അത്രയും പ്രാധാന്യത്തോടെ വോട്ടെവർ സിസ്റ്റ് ഇറ്റ് ഈസ്, ഇപ്പം സിമ്പിൾ സിസ്റ്റ് ആകും, 7 cm താഴെയുള്ള സിമ്പിൾ സിസ്റ്റുകൾ തന്നെ ചുട്ടിപ്പോകും. പലതരം സിസ്റ്റുകളുണ്ട്, സിറസ് സിസ്റ്റ്, മ്യൂസിനസ് സിസ്റ്റ്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റുകളാണെങ്കിൽ നമുക്ക് അതിനുള്ള മാനേജ്മെന്റ് വേറെ. ഇപ്പൊ എൻഡോമെട്രോട്ടിക് സിസ്റ്റ് ആണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്ന മരുന്നുകൾ. സൗഭാഗ്യക്ക് തന്നിരിക്കുന്ന മരുന്നുകൾ എൻഡോമെട്രോട്ടിക് സിസ്റ്റിനെ നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യുക, മരുന്നിൽ കുറയ്ക്കാൻ നോക്കുവാണ്. മരുന്നിൽ കുറയ്ക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മരുന്നിൽ കുറയ്ക്കാൻ നോക്കും. സർജറി അനിവാര്യമായിട്ടുള്ളവർക്ക് സർജറി ചെയ്യും. ലാപ്രോസ്കോപ്പി ആയിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പം യു ഹാവ് എ കിഡ്, നമ്മളിപ്പോൾ പ്രഗ്നൻസി ആയിട്ട് വന്നപ്പോൾ യു ഹാഡ് 9 cm സിസ്റ്റ്. അപ്പോൾ ആ സിസ്റ്റ് വെച്ച് ഫെർട്ടിലിറ്റി അച്ചീവ് ചെയ്ത ഒരാളാണ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ ആ സിസ്റ്റ് നമുക്ക് പ്രഗ്നൻസി ത്രൂ ഔട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ചില പേഷ്യൻസിനുണ്ട് പ്രഗ്നൻസിയിൽ ഈ സിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, ടോർഷൻ അടിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 ആഴ്ചയിൽ നമ്മൾ കഴിയുന്ന പേഷ്യൻസിന് ആർക്കും ഒന്നും ചെയ്യില്ല. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പേഷ്യന്റ് വരുവാണെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഈവൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ടോർഷനിൽ എനിക്ക് ഒരു ട്രിപ്ലറ്റ് പ്രഗ്നൻസി ഉള്ള പേഷ്യന്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഓവറിൽ സിസ്റ്റ് വന്നൊരു ടോർഷൻ അടിച്ചിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി ഈ ഓവറിലെ ടോർഷൻ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ എമർജൻസി ആണെങ്കിൽ നമുക്ക് അത് ഏത് ടൈം ഓഫ് പ്രഗ്നൻസി ആണെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, എമർജൻസി ആണെങ്കിൽ. അല്ലെങ്കിൽ വി ട്രൈ ടു കീപ്പ് ഓൺ ദ കൺസർവേറ്റീവ് മാനേജ്മെന്റ്. നമുക്ക് എത്ര ഭംഗിയായിട്ട് മരുന്ന് കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ലൈക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നിടത്ത് എപ്പോഴും മെഡിസിൻ, സർജറി വേണ്ടടുത്ത് സർജറി. ഇത് ബേസിക്കലി നമുക്കതിനു വേണ്ടി കുറച്ച് തിയറീസ് ഉണ്ട്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് യൂട്രസിന്റെ ഒരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ് പുറത്തോട്ട് വരുന്നതാണ് ആർത്തവം. ഞാൻ യൂട്രസിന്റെ ഇത് കാണിച്ച് പറഞ്ഞു തരാം. ഇതാണ് യൂട്രസിന്റെ പിക്ചർ. അപ്പൊ നമ്മുടെയൊക്കെ സ്കിന്നിന് ഇപ്പം മൗത്തിൽ സ്കിൻ ലൈനിങ് ഉള്ളതുപോലെ, നോസിൽ ലൈനിങ് ഉള്ളതുപോലെ യൂട്രസിന് ഒരു ലൈനിങ് ഉണ്ട്. ഈ ലൈനിങ് ഓഫ് ദ യൂട്രസിനാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയം പുറത്തേക്ക് ബ്ലഡ് പോകുന്നതാണ് മെൻസ്ട്രുവേഷൻ.
ആർത്തവം എന്ന് പറഞ്ഞാൽ അഥവാ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഷെഡിങ് ഓഫ് എൻഡോമെട്രിയം, യൂട്രസിന്റെ തൊലി പുറത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ പോകുന്നത് പോലെ ചിലർക്ക് ഇത് ബാക്കിലോട്ട് പോകും. വി കോൾ ഇറ്റ് ബൈ ദ നെയിം റിട്രോഗ്രേഡ്. ആൻഡ്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ട്, റിട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട്. ഇതുവഴി പോയി ട്യൂബ് വഴി ഓവറിക്കകത്ത് പോയി ഈ ഓൾഡ് ബ്ലഡ് ഡെപ്പോസിറ്റ് ആകുക. ഈ പുറത്തോട്ട് പോകേണ്ട ബ്ലഡ് കുറച്ച് ബാക്കിലോട്ട് പോയി ഈ ഓവറിക്കകത്ത് കയറി അത് ഡെപ്പോസിറ്റ് ആകുക. അങ്ങനെ ഉണ്ടാകുന്ന സിസ്റ്റനെയാണ് ചോക്ലേറ്റ് സിസ്റ്റ് അഥവാ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് സൗഭാഗ്യമുള്ള എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം. ഓരോ തവണയും മെൻസസ് വരുമ്പോൾ ബ്ലഡ് ഹാസ് ടു ഗോ ഔട്ട്. ആ പുറത്ത് പോകുന്നത് പോലെ ബാക്കിലോട്ടും കൂടെ പോയിട്ട് ഓവറിക്കകത്ത് പോയി ഡെപ്പോസിറ്റ് ആകും. അങ്ങനെ കുറേ തിയറീസ് ഞങ്ങളുടെ എന്തുകൊണ്ടാണ് എൻഡോമെട്രിയോസിസ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. 7-8 തിയറീസ് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മളിങ്ങനെ ആഴത്തിൽ ഇപ്പൊ പോകണം എന്നില്ല. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഓവറിക്കകത്ത് പഴയ ബ്ലഡ് കളക്ട് ചെയ്ത് ചോക്ലേറ്റ് കളറിലെ ഫ്ലൂയിഡ് ആയിരിക്കും ഓവറിക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിനെ ചോക്ലേറ്റ് സിസ്റ്റം എന്നും വിളിക്കുന്നത്. ചോക്ലേറ്റ് സിസ്റ്റ് അഥവാ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്. അപ്പോൾ ഇത് കൂടുമ്പം സ്ത്രീകൾക്ക് വരുന്ന വേദന വളരെ കാഠിന്യമുള്ളതാണ്. അമിതമായ വയറുവേദന ഏത് സമയത്ത്? മെൻസസ് വരുന്ന സമയത്ത്. സിവിയർ നടുവേദന, നടുവ് ഇങ്ങനെ കഴച്ചൊടിയുന്നത് പോലെ തോന്നും. പിന്നെ ചിലർക്ക് മൂഡ് സ്വിങ്സ് പറയാറുണ്ട്, എല്ലാവർക്കും ഇല്ല. ഈ വേദന അനുഭവിച്ച് ഒരു ആഗണൈസിങ് പെയിൻ ആണല്ലോ. കുറച്ച് ഡിപ്രഷൻ, കുറച്ച് ഇമോഷണലി ലബൈൽ മൂഡിൽ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരിക, അങ്ങനെയൊക്കെ പെൺകുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കുറച്ച് ഇമോഷൻസ് സപ്രസ് ചെയ്യാൻ പ്രയാസമാണ്. ഈ പെയിൻ എടുത്തെടുത്തിട്ട് അവരുടെ മൂഡിന് വേരിയേഷൻ വരുന്നതാണ്. പിന്നെയുള്ളത് മെൻസസ് വരുമ്പോൾ ഉള്ള ആ ഒരു കുഴഞ്ഞു വീണ് പോവുക, അത്ര പെയിൻ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. സിവിയർ ഡിസ്മെനോറിയ, നമുക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള പെയിൻ ആയിരിക്കും വരുന്നത്. ചിലർക്ക് വിട്ട് ബ്ലീഡിങ് ആയിട്ട് വരും. അപ്പം അങ്ങനെ പല രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യും. പേഷ്യന്റെ ലക്ഷണം എന്തൊക്കെയാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ മാനേജ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് കാരണം വന്ധ്യത, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ട്യൂബിലൊക്കെ ഒട്ടിപ്പിടുത്തം വരും, ട്യൂബൽ ബ്ലോക്ക് വരും. ട്യൂബിന്റെ മോട്ടിലിറ്റി ആശ്രയിച്ചിരിക്കും ഒരാളുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ. ട്യൂബൽ മോട്ടിലിറ്റിയെ ബാധിക്കുന്ന എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ നമുക്കതിന് ട്രീറ്റ്മെന്റ് ലാപ്രോസ്കോപ്പിക്കലി സിസ്റ്റ് മാറ്റിക്കഴിഞ്ഞ് ട്യൂബൽ മോട്ടിലിറ്റി റിസ്റ്റോർ ചെയ്താലേ പ്രഗ്നൻസി കിട്ടത്തുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് IVF വരെ എത്താറുണ്ട് സിവിയർ എൻഡോമെട്രിയോസിസിൽ. ഇതിന് അമേരിക്കൻ ഫെർട്ടിലിറ്റി സൊസൈറ്റിയും യൂറോപ്യൻ സൊസൈറ്റീസ് ഒക്കെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പെയിൻ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അനുഭവിക്കുന്ന പെയിൻ അത്രയും കാഠിന്യമുള്ളതാ. ചില കൺട്രീസിലൊക്കെ എൻഡോമെട്രിയോട്ടിക് ഗ്രൂപ്പ്സ് പേഷ്യൻസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ അസോസിയേഷൻ ഫോം ചെയ്യും, ഞങ്ങൾ ഇത്രയും പെയിൻ അനുഭവിക്കുക. അപ്പൊ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സെഷൻസ്, കൗൺസിലിംഗ്, ബിക്കോസ് ഇറ്റ്സ് വൺ ഗ്രൂപ്പ് ഓഫ് വുമൻ ഹു റിയലി സഫേഴ്സ് ബിക്കോസ് ഓഫ് ദ ഡിസീസ്. അവർക്ക് എത്രമാത്രം പെയിൻ അലിവിയേഷൻ എന്ന് പറയും, പെയിൻ കുറയ്ക്കാൻ പറ്റുമോ, നമുക്ക് ഏത് മോഡ് ഓഫ്, ഇപ്പോൾ പക്ഷേ സയൻസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ആധുനിക ചികിത്സാ രീതികൾ വെച്ച് ഈ മരുന്ന് വെച്ച് നമുക്കത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പം ചിലർക്ക് യൂട്രസിന് വീക്കം വരും ഇത് കാരണം. അതിനെ അഡിനോമയോസിസ് എന്ന് പറയും. അതായത് ഓവറിയിൽ സിസ്റ്റ് വരുന്നത് പോലെ ഗർഭപാത്രത്തിനകത്ത് വീക്കം വരും. അതിന്റെ പേരാണ് അഡിനോമയോസിസ്. അത് കാരണവും പെയിൻ വരുന്നവരുണ്ട്. അപ്പം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞവരാണ് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് യൂട്രസിനകത്ത് നമ്മൾ ഡിവൈസ് ഇടും, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. അതിനകത്ത് ലീവോനോർജസ്ട്രാൾ എന്നൊരു ഹോർമോൺ ഈ ഡിവൈസിൽ നിന്ന് റിലീസാകും. അപ്പം അത് പോയി അസുഖത്തെ കുറയ്ക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ മാനേജ്മെന്റ്, സർജിക്കൽ മാനേജ്മെന്റ് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിൽ സർജിക്കൽ മാനേജ്മെന്റ്. അത് ഓരോ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് അനുസരിച്ചിരിക്കും. അവർക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ്, പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ലാപ്രോസ്കോപ്പി നോക്കേണ്ടി വരും. കാരണം അകത്ത് ഒട്ടിപ്പിടുത്തങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് വരുത്തും. പിന്നെ ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലർക്ക് ബ്ലാഡറിലേക്ക് എൻഡോമെട്രിയോസിസ് പോകും, അതിനെ ബ്ലാഡർ എൻഡോമെട്രിയോമ എന്ന് പറയും. ചിലർക്ക് ബാക്കിലുള്ള ബവൽസിലേക്ക് പോകും. അപ്പൊ ഗ്രേഡ് കൂടുക. ഗ്രേഡ് 4 എൻഡോമെട്രിയോസിസ് ആണ് സിവിയർ എൻഡോമെട്രിയോസിസ്. എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും ഇതിന്റെ മൈക്രോസ്കോപ്പിക് കലകൾ പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ എല്ലാ മാസവും മെൻസസ് വരുന്ന സമയത്ത് ബ്ലാഡറിൽ കൂടെ യൂറിൻ റെഡ് കളറിൽ പോകുന്ന പേഷ്യൻസ് ഉണ്ട്. സൈക്ലിക്കൽ ഹെമറ്റൂറിയ എന്ന് പറയും. അപ്പൊ ചിലർക്ക് അംബലിക്കസ്, പൊക്കിളിന്റെ അവിടെ എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സ് വരും. അപ്പൊ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് പൊക്കിളിൽ കൂടെ ബ്ലഡ് പോകും. അങ്ങനെയൊക്കെ പേഷ്യൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ ബ്ലാഡർ എൻഡോമെട്രിയോമ ഉള്ളവര്, അംബലൈക്കൽ എൻഡോമെട്രിയോമ ഉള്ളവര്. അപ്പം ഇതൊരു ഡിസീസ് ഇൻ ദ സെൻസ് അത് നമുക്ക് കുറച്ച് ആഗണി, കുറച്ച് കഷ്ടതകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതിന് ചികിത്സാ രീതികളുണ്ട്. ആ ചികിത്സ എടുത്ത് ഒത്തിരിയും ബെറ്റർ ആകുന്ന പേഷ്യൻസും ഉണ്ട്. പിന്നെ ഞാൻ OP-യിൽ ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റ് റെക്ടോ വെജൈനൽ എൻഡോമെട്രിയോമ ഉള്ള പേഷ്യന്റ് ആയിരുന്നു. അതായത് റെക്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടല് തീരുന്ന, ലാർജ് ബവൽ തീരുന്ന പോർഷൻ. റെക്റ്റം കഴിഞ്ഞാൽ പിന്നെ ഏനസ് ആണ്, മലദ്വാരം ആയി പിന്നെ
മലം പോകുന്ന പോർഷൻ. അപ്പം ആ റക്റ്റത്തിനും വജൈനയ്ക്കും ഇടയ്ക്ക് ഒരു ഓറഞ്ച് വലുപ്പത്തിലൊരു മാസം ഉണ്ടായിരുന്നു, റെക്ടോ വജൈനൽ എൻഡോമെട്രിയം. അപ്പം കല്യാണം കഴിഞ്ഞെങ്കിലും വിവാഹ ജീവിതത്തിലോട്ടൊന്നും ഈ പെയിൻ കാരണം പോകാൻ പറ്റുന്നില്ലായിരുന്നു. മോഷൻ പോകാൻ തന്നെ പെയിനാണ്. അപ്പം അതിന് ഓരോ തവണ അത് മൂലം മോഷൻ പാസ് ചെയ്യുമ്പോഴും സിവിയർ പെയിനാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങി. എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ ഗ്യാസ്ട്രോ ഡോക്ടറാണ് ആദ്യം ആ പേഷ്യനെ റെഫർ ചെയ്യുന്നത്. ഡോക്ടറാണ് അത് ആദ്യം കാണുന്നത്, ഈ കുടലിലെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ അസുഖമാണെന്ന് കണ്ടുപിടിക്കുന്നതും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും. പക്ഷേ ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഘട്ടം വരെ എത്തി. ഇപ്പം പെയിൻ ഇല്ല. മരുന്ന് കൊടുത്ത് ഫലിച്ചതിന് ശേഷം പെയിൻ ഇല്ല. കോണ്ടാക്റ്റൊക്കെ ഹസ്ബൻഡ് വൈഫ് റിലേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കപ്പിൾസ് വളരെ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫാണ്. അവർക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. പക്ഷേ ഏകദേശം 9 മാസത്തോളം മരുന്ന് കൊടുത്തിട്ടാണ് കൃത്യതയുള്ളൊരു ഫലം ഞങ്ങൾക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ അവളുടെ ലൈഫ് വളരെ കഷ്ടതയിലും എന്നും സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഇപ്പം ഐ ക്യാൻ സീ എ ഹാപ്പി ഫേസ്. ഷീ ഈസ് ഹാപ്പി വിത്ത് ഹെർ കറണ്ട് ലൈഫ്. ഇപ്പം നമ്മൾ IUI എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് ഇന്ന് ചെയ്തത്, ഫെർട്ടിലിറ്റി കിട്ടാനായിട്ട്, പ്രഗ്നൻസി എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട്. പക്ഷേ എല്ലാ സ്റ്റെപ്സും സന്തോഷത്തോടെ അത് ജീവിച്ചു. ഇപ്പം പ്രശ്നങ്ങളില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ഡിസീസാണ്. റെക്ടോ വജൈനൽ എൻഡോമെട്രിയം ഒക്കെ വരുമ്പം അനുഭവിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴും മോഷൻ പാസ് ചെയ്യുമ്പോഴും ഒക്കെ സിവിയർ പെയിനാണ്. പലരും OPയിൽ ഈ മെൻസസ് വരുമ്പോൾ കുഴഞ്ഞു വീണ് വരുന്നത് ഈ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഉള്ളവരാണ്. എനിക്ക് ഭയങ്കര ഒരു ഷാർപ്പ് പെയിൻ പെട്ടെന്നാണ്. ഞാൻ റെഗുലർ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അടിവയറിൽ ഇങ്ങനെ കൊളുത്തി വലിക്കും. പിന്നെ അവിടെ നിന്ന് നടക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ഇപ്പൊ ഞാൻ പുറത്താണ് നിൽക്കുന്നത്, അവിടെ നിന്ന് എനിക്ക് നടന്ന് റൂമിലോട്ട് പോകാൻ പറ്റുന്നില്ല, അത്രയ്ക്കും പെയിൻ. ഇങ്ങനെയൊക്കെയോ നടന്നു പോയി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അത്രയ്ക്കും ഇങ്ങനെ പെയിൻ വന്നു, സിവിയർ പെയിൻ. പക്ഷെ അന്ന് അങ്ങനെ ചിന്തിച്ചില്ല, ഇതിന് സാധ്യത കാണും എന്നുള്ളത് ചിന്തിച്ചില്ല. എന്തായിരിക്കും ഇങ്ങനെ പെയിൻ വരുന്നതെന്നാണ് ആലോചിച്ചത്. ഇപ്പം മെഡിസിൻസ് തുടങ്ങിയതിനു ശേഷം പീരിയഡ്സ് ആകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പെയിൻ ഇല്ല. അത് നമ്മൾ മെഡിസിൻസ് ഇത്രയും തിരക്കുള്ള വ്യക്തിയാണ്, എനിക്കറിയാം. ഒരുപാട് പ്രോഗ്രാംസ് കാണും, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് കാണും. പക്ഷെ എന്തിലും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ആരോഗ്യം ഏറ്റവും വലിയ ധനമാണ്. മറ്റേത് എനിക്ക് എന്നും പീരിയഡ്സ് ആയിരിക്കുമായിരുന്നു. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഡോക്ടർ തന്ന മെഡിസിൻസ് കഴിച്ചു തുടങ്ങിയതിനു ശേഷം എന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ല. പീരിയഡ്സ് ആവുമ്പം ആ ഒരു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്നല്ല, മറ്റേത് എന്നും പീരിയഡ്സ് ആയിരിക്കുന്ന പോലത്തെ ഒരു പെയിൻ. അത് തന്നെയാണ് എല്ലാ പേഷ്യൻസും പറയാറ്. പക്ഷേ ഈ മരുന്ന് ഒരുപാട് ഗുണം തരുന്നതാണ്. ധൈര്യമായിട്ട് അത് കഴിക്കുക. മരുന്ന് കഴിച്ച് തന്നെ നമുക്കത് ശമനം കൊടുക്കാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഡോക്ടർ ഇതിപ്പം ഇതുള്ളപ്പോൾ? ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഓവേറിയൻ സിസ്റ്റിൽ സാധാരണ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ പറയുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നൊരു ഡിസീസ് ഉള്ളവർക്കാണ്. അത് ഈ പറഞ്ഞ കണക്ക് അണ്ടാശയത്തിൽ കുഞ്ഞു കുമിളുകൾ വരുന്നതാണ്. അതൊരു ഹോർമോണൽ വേരിയേഷനാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. എണ്ണ, മധുരം, കൊഴുപ്പൊക്കെ കുറയ്ക്കണം, നന്നായി വ്യായാമം ചെയ്യണം, ബോഡി മാസ് ഇൻഡെക്സ് കൂട്ടരുത്. കാരണം അതും വന്ധ്യതയുടെ ഒരു പ്രധാന റീസണാണ്. പക്ഷെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൽ നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ്, വർക്കൗട്ട് ഒക്കെ ചെയ്യും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമേ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടൊന്നും ഈ സിസ്റ്റമൊന്നും സംഭവിക്കില്ല. യു ഷുഡ് കണ്ടിന്യൂ ഓൾ യുവർ റുട്ടീൻ ലൈഫ് ആക്ടിവിറ്റീസ്. അത് എങ്ങനെയാണോ ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ഇൻക്ലൂഡിങ് ദ ഡാൻസ്. അതുകൊണ്ട് ഒന്നും വരില്ല. ഡാൻസ് ചെയ്യുന്നോണ്ട് സിസ്റ്റർ പൊട്ടൊക്കെ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ചിന്തിക്കില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. മോളെ ശുദ്ധപ്പൂനെ എടുക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഓർത്തോ ഡോക്ടറാണ് പറഞ്ഞത്. ഡിസ്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓർത്തോ ഡോക്ടേഴ്സ് കുറച്ച് ലിമിറ്റേഷൻ ഓഫ് ആക്ടിവിറ്റീസ് പറയും. അത് അവർ പറയുന്നത് അക്ഷരം പ്രതി പാലിക്കുക. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ. അതാണ് ഞാൻ ടെൻഷൻ ചെയ്യുന്നത്. ഡാൻസ് കളിക്കുന്ന റെസ്ട്രിക്ഷൻ ദാറ്റ്സ് യുവർ പ്രൊഫഷൻ ആൻഡ് യു ഷുഡ് പെർസ്യൂ ദാറ്റ് വിത്ത് ഓൾ ഗ്രേസ്. അതിലൊരു തടസ്സവും വരാൻ പാടില്ല. സിസ്റ്റ് കാരണം അതിനൊരു തടസ്സവും വരില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോളിസിസ്റ്റിക് ഓവറി ആണ് നമ്മൾ യൂഷ്വലി ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. എൻഡോമെട്രിയോസിസ് ലൈഫ് സ്റ്റൈൽ കാരണം വരുന്ന ഒരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിന് ഓവറിയൻ സിസ്റ്റ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് അല്ല. മാഡം ചോദിച്ച ഡൗട്ട് വളരെ ജെന്യുവൻ ആണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ യൂട്രസിൽ ഫൈബ്രോയിഡ് വരുന്നവരുണ്ട്, അൺമാരീഡ് കുട്ടികളും വലിയ ഫൈബ്രോയിഡായിട്ട് വരാറുണ്ട്. ഇതൊന്നും അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണം വരുന്നതല്ല. നമ്മുടെ ഒരു തിയറിയും അപ്പം എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് അല്ലെങ്കിൽ
ഈ പറഞ്ഞ ഫൈബ്രോയിഡ്സ് ലൈഫ് സ്റ്റൈൽ കാരണമാണെന്ന് പറയുന്നില്ല. പക്ഷെ പോളിസിസ്റ്റിക് ഓവറി ഒരു പരിധി വരെ ലൈഫ് സ്റ്റൈൽ, അമിതമായ ജങ്ക് ഫുഡ്സ് കഴിക്കുകയും വെയിറ്റ് വെക്കുകയും സെഡൻറ്ററി ലൈഫ് പാലിക്കുകയൊക്കെ ചെയ്യുക, അനങ്ങാതിരിക്കുകയാണ്, വ്യായാമം ഇല്ല, വണ്ണം വെക്കുകയാണെങ്കിൽ PCO പോളിസിസ്റ്റിക് ഓവറി വരും. അല്ലാതെ എൻഡോമെട്രിയോസിസ് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ജനറ്റിക് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ അങ്ങനെയുണ്ട്. പക്ഷെ അത്രയും ഒന്നും പ്രൂവ് ചെയ്യാൻ നമ്മൾ അങ്ങനെ ഒരു മോളിക്കുലർ ബയോളജിയിലേക്ക് പോയി എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ആർക്കും പ്രൂവ് ചെയ്യാറില്ല. When we quote our theory, we say genetic influences are there, endometrial, is environmental influences are there. Endometriotic cyst വരാൻ പലതരം പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിലൊരു പോസ്റ്റുലേറ്റാണ് ഞാൻ റിട്രോഗ്രേഡ് ബാക്കിലോട്ട് മെൻസ്ട്രുവേഷൻ പറയും. അങ്ങനെ ഒട്ടനവധി തിയറി ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതിൽ ഏത് കൊണ്ടാണ് ഓരോ പേഷ്യന്റും വരുന്നതെന്ന് നോക്കിയല്ല നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഒരു കൺസെൻസസ് വെച്ചിട്ട് ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണോ, അവർക്ക് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണോ വേണ്ടത്, അതനുസരിച്ചായിരിക്കും എന്ത് ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഡിസിഷൻ പറയാം. നമുക്ക് MRI എടുക്കുമ്പോൾ അത് മനസ്സിലാവോ ഡോക്ടർ, ഇത് പ്രശ്നമുള്ള സിസ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ? ഇപ്പം വലിപ്പമാണല്ലോ, 8 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മരുന്ന് കൊടുത്ത് കുറയ്ക്കാൻ നോക്കുക. നമ്മൾ ഫോളോ അപ്പിൽ വെക്കുവാണ്. MRI എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ കട്ട് ഡെലിനിയേഷൻ എന്ന് പറയും. അതായത് എന്ത് തരം സിസ്റ്റ് ആണ് നമുക്കൊരു വ്യക്തത കിട്ടുക. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ എപ്പിത്തീലിയൽ സിസ്റ്റ് ഉണ്ട്, ഡെർമോയിഡ് സിസ്റ്റ് ഉണ്ട്. ഈ സീറസ് ആണോ, മ്യൂസിനസ് ആണോ, ഡെർമോയിഡ് ആണോ, എൻഡോമെട്രിയോട്ടിക് ആണോ എന്നറിയാനാണ് നമ്മൾ MRI പോലത്തെ ഇമേജിംഗ് ടെക്നിക്സിലേക്ക് പോകുന്നത്, ഫൈൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഫൈൻ ഡീറ്റെയിൽസ് പ്രകാരം സൗഭാഗ്യയുടെ സിസ്റ്റം എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ആണ്, നമുക്കത് മരുന്നിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. മരുന്ന് കൊടുത്ത് 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്ത് സിസ്റ്റിന്റെ വലിപ്പം കുറയുന്നുണ്ടോ എന്ന് നോക്കാം. കുറയുന്നുണ്ടെങ്കിൽ സന്തോഷം. കുറയുന്നില്ല, സിംറ്റംസ് കൂടുവാണ്, വലിപ്പം ഒരുപാട് കൂടുവാണെങ്കിലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ. ഞാൻ ത്രൂ ഔട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഇരുന്നത്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പം അമ്മയുണ്ട്, ഞാനും ഉണ്ട്, നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മദേഴ്സ് ഡേക്ക് ഡോക്ടർക്ക് എന്താണ് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ളതെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഞാൻ മദേഴ്സ് ഡേയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം, എനിക്കിപ്പം 40 വയസ്സിന് മുകളിലുള്ള ഒരുപാട് പ്രഗ്നന്റ് വനിതകളുണ്ട്. അപ്പൊ ആദ്യത്തെ, രണ്ടാമത്തെ അല്ലെ 3ാമത്തെ വയസ്സിൽ ഇവർക്ക് കുറച്ച് ആശങ്കകളുണ്ട്. ഏജ് ഇത്ര ആയില്ലേ, കാരണം ഇവരിവിടെ ഒപ്പിയിൽ വരുമ്പം 20കളിലും 30കളിലുള്ള വനിതകളുടെ ഇടയ്ക്കായിരിക്കും അവർ ഇരിക്കുന്നത്. അപ്പൊ 40-ന് മുകളിലും 45-ന് മേളിലും പ്രഗ്നൻസി ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഉത്കണ്ഠയുണ്ട്, ഇത് ശരിയാവുമോ. സ്വന്തമായിട്ട് പ്രഗ്നൻസി വരുന്നവരും ഉണ്ട്, ട്രീറ്റ്മെന്റ് എടുത്ത് കൺസീവ് ചെയ്യുന്നവരുണ്ട്. 2 ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസും ഉണ്ട്. 43 വയസ്സിലും 45 വയസ്സിലും ഒക്കെ സ്പോണ്ടേനിയസ് കൺസെപ്ഷൻസ്, തന്നെ ഗർഭിണിയായിട്ട് വരുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ഇവർക്ക് എല്ലാ സ്ക്രീനിങ്ങും കൊടുത്തായിരിക്കും കൊണ്ടുപോകുന്നത്. 3rd മന്തിൽ നമുക്ക് സ്ക്രീനിങ് ഉണ്ട്, ജനറ്റിക് സ്ക്രീനിങ് ഉണ്ട്. ബേബീസ് സിൻഡ്രോംസ് ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനൊക്കെയുള്ള എല്ലാ നൂതന ചികിത്സാ രീതികളും ഇപ്പം ലഭ്യമാണ്. അപ്പം സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു മെച്ചമാണ് നമുക്ക് സ്ക്രീനിങ് അത്രയും വികസിതമായിട്ടുണ്ട്. അപ്പം എന്തുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എല്ലാ മദേഴ്സും ഹാപ്പി ആയിട്ടിരിക്കണം. പ്രഗ്നൻസി ആയി കഴിയുമ്പം ഈ അനാവശ്യമായ ഉത്കണ്ഠ എല്ലാം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു പ്രകൃതമാണ് ഇപ്പം. പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, പിന്നെ ഡെലിവറി സ്റ്റോറി, പ്രഗ്നൻസി സ്റ്റോറി ഒക്കെ കണ്ട് ആശങ്ക പിടിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, ദയവേത് നിങ്ങൾ ടെൻഷൻ അടിച്ച് വരരുത്. എല്ലാത്തിലും ഹാപ്പിനെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൊണ്ടുവരാൻ നോക്കണം. പ്രഗ്നൻസി വളരെ പീസ്ഫുൾ ആയിട്ടും എൻജോയബിൾ ആയിട്ടും ഹാപ്പി ആയിട്ടും കൊണ്ടുപോകാൻ എല്ലാ വനിതകളും പഠിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ്. നിങ്ങൾ 20കളിലെ പ്രഗ്നൻസി ആവട്ടെ, 30കളിലെ പ്രഗ്നൻസി ആവട്ടെ, 40കളിലെ ആവട്ടെ, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. അതാണ് വേൾഡ് മദേഴ്സ് ഡേ, ലോക മാതൃദിനത്തിൽ ഹാപ്പിനെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എല്ലാവരും പാലിക്കണം എന്നുള്ള ഒരു ചെറിയ സന്ദേശം തരാനുള്ളത്. എല്ലാവരും കേട്ടോ, പ്രസവിക്കാൻ ഉദ്ദേശമില്ലെങ്കിലും ക്യാമറയുടെ പുറകിലുള്ള ആൾക്ക് ആപ്ലിക്കബിൾ ആണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ മീറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് ചെക്കപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. താങ്ക് യു. ബൈ.